ഹേയ് ഗൈസ്, കോഴിക്കോട് നിന്ന് ഞാൻ വീട്ടിൽ എൻ്റെ റൂമിലെത്തിയപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എനിക്കൊരു സ്റ്റുഡിയോ ബിൽഡ് ചെയ്യണം എന്ന് തോന്നി. പക്ഷേ സ്റ്റുഡിയോ ബിൽഡ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. മുമ്പ് ഞാൻ ഒരു സ്റ്റുഡിയോ ബിൽഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ജിൻസംജ വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനലിന് വേണ്ടിയിട്ട്. അതെവിടെയാണ് ഇപ്പം കാണിച്ചു തരാം. ഇതായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു കുഞ്ഞ് സ്റ്റുഡിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ആ ഒരു സ്ഥലം. ഇപ്പോൾ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് ആ സ്റ്റുഡിയോയുടെ മരങ്ങളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഇത്. അന്ന് ഞാൻ അതിനു വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ബ്രിക്സ് ഒക്കെ. അതും അവിടെ നിന്ന് ഇതാ അവിടെ നിന്നു ഞാൻ മുമ്പ് ഒരു ഷെഡ് ചെയ്തിട്ടുണ്ടായി. അന്ന് കൊണ്ടുവന്ന വെട്ടുകല്ലിൽ ഇപ്പോൾ കള്ളിച്ചെടി പിടിച്ചു. ആ ഒരു സമയത്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായ ആ ഒരു വീടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് തിരിച്ചിറങ്ങാം. ഞാൻ പണിത ഒരു ഫിഷ് ടാങ്ക്. ഓക്കെ, ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തോട്ട് കയറാം. യെസ്, അങ്ങനെ ഫൈനലി ഞാൻ ആ ഒരു സ്റ്റുഡിയോ പണിത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതെ, ഇത്ര നേരം നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഇത് കണ്ടോ, എൻ്റെ വീടിൻ്റെ ഈ ഒരു വാള്, എൻ്റെ റൂമിൻ്റെ ഒരു വാള് കംപ്ലീറ്റ് ഞാൻ പുതിയൊരു വാൾപേപ്പർ അപ്ലൈ ചെയ്തു. പ്രോന്റെ പ്രീമിയം ലിക്വിഡ് വാൾപേപ്പർ. ഇതിൽ ഗിൽറ്റ് ഉണ്ട്, പച്ച കളറുണ്ട്, ചുവപ്പ കളറുണ്ട്, ആൻഡ് ഓൾവേസ് ഇതിൽ ബ്ലാക്കും വൈറ്റും വരെയുണ്ട്. കംപ്ലീറ്റ്ലി കോട്ടൺ. കുറച്ചധികം നാളുകളിലേക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഞാൻ എൻ്റെ സ്റ്റുഡിയോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്കിവിടെ നല്ലൊരു ടീ ബൾബ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് അത് തന്നെ മതി. യെസ്, അയ്യോ, അതാണ് ഈ സാധനം. ഇതിൻ്റെ അകത്ത് ഞാനൊരു ടീ ബൾബ് വെച്ചിട്ട് പുറത്തൊരു വൈറ്റ് ക്ലോത്ത് ഡിഫ്യൂസർ ആയിട്ട് യൂസ് ചെയ്യും. ഇതായിരുന്നു ഞാൻ പണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായ എൻ്റെ സോഫ്റ്റ് ബോക്സ്. അല്ലേ, ഒരു 3-4 കൊല്ലം മുമ്പുള്ള സാധനമാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയോണ്ടാന്ന് തോന്നുന്നു ഇത്ര ക്വാളിറ്റി. നല്ല അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായത്. പണ്ട് ഈ ഒരു വാള് ഇരിക്കുന്നുണ്ടായത് ഇതുപോലെയായിരുന്നു. ഇവിടെ ഫുള്ളി വൈറ്റ് ആയിരുന്നു, ജസ്റ്റ് ഒരു പ്രൈമർ കോട്ട് മാത്രം അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനിവിടെ മുമ്പ് സ്റ്റുഡിയോ സെറ്റ് ചെയ്തതിൻ്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോ ഇതുപോലെയാണ്. ഇതെങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവം അപ്ലൈ ചെയ്തതെന്നും ഈ ഒരു വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയൽ എങ്ങനെ കിട്ടിയെന്ന് അതും ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനൊരു വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കാം, അതിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കിട്ടുന്നതായിരിക്കും. ഇതൊന്നും മാത്രമല്ല, ഇഷ്ടം പോലെ പ്രൊഡക്റ്റിൻ്റെ അവരുടെ കട്ടിൽ ഞാൻ കമത്തിയിട്ടുണ്ട്. ഇതൊരു ലാഡർ പോലെ യൂസ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മിക്സ്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങി. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വലിയ പിടുത്തമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ കുറേയൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഹേ ഗൈസ്, ഇത്രയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോഴേക്കും ഞാൻ ഒരുവിധമായി. ശരിക്കും കാലം നനക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ മിക്സ് ചെയ്ത് വെച്ചത് എന്തായാലും സെറ്റ് ചെയ്യണം. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യാം. ഓക്കെ, ഒരു പാക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും. ഹേയ് ഗൈസ്, അങ്ങനെ ഏകദേശം ഒരു 3-4 മണിക്കൂറുകളുടെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. യെസ്, അപ്പോൾ ഒരു പാക്കറ്റ് വെച്ചിട്ടാണ് ഇത്രയും നമ്മൾ ചെയ്തത്. അപ്പം ഇനി ബാക്കി നാളെ ചെയ്യും. അറൗണ്ട് ഒരു 11 മണിയായി. അപ്പം ഇനി ബാക്കി നാളെ. ഈ ലിക്വിഡ് വാൾപേപ്പർ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞ് ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് നേരെ ബക്കറ്റിക്കിട്ട് നന്നായിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു 4:30 to 5:30 ലൈറ്റ് വാം വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ അതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക. 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ, ഇല്ലെങ്കിൽ പരിപാടി പണി പാളും. ഈ സൈഡ് ഇത്ര ആക്കി, അതിനുശേഷം മുകളിൽ നിന്ന് ഇത്ര ആക്കി വെച്ചു. അതിനുശേഷം ആ കോർണറിൻ്റെ ഇവിടെ വരെ ചെയ്തു. ദെൻ കുറച്ച് അവൽ കഴിക്കുക. അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഒരു പരിപാടിയുണ്ട്. ആദ്യം തന്നെ കുറച്ച് എടുത്തിട്ട് ഈ ചുമരിൽ ഇങ്ങനെ പൊത്തി വെക്കുക. എന്നിട്ട് ഇതിനൊരു ടൂളുണ്ട്. ഈ ടൂൾ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ മിനുസാക്കി കൊടുത്താൽ മതി. സംഭവം സെറ്റാവും. ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നേരത്തെ അവിടെ വരെയായിരുന്നു ചെയ്തിട്ടുണ്ടായത്. ഇവിടെ വരെയാക്കി. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു. നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്തു, ഇതിന്റെ ഫൈനൽ ലുക്ക് കണ്ടില്ലേ? ഇതാണ് ഈ ഒരു സംഭവം.
നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ ഇടുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.